നിലവിൽ ലോക ഫുട്ബോളിൽ 5 ടൈപ്പ് മാനേജ്മെന്റുകളാണുള്ളത്. ഒന്ന്, സ്വന്തം പണം കണ്ട് കണ്ണു തള്ളിയ മാനേജ്മെന്റ്. ഏത് സൂപ്പർ താരത്തെയും ഏത് സൂപ്പർ പരിശീലകനെയും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ടീമിലെത്തിക്കാൻ കെൽപ്പുള്ള മാനേജ്മെന്റ്. ഏറ്റവും വലിയ ഉദാഹരണം റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി, PSG എന്നീ ടീമുകളാണ്. 2, സൂപ്പർ താരങ്ങളെ ഒന്നും ടീമിലേക്ക് എത്തിക്കത്തില്ല. അവർക്ക് ആവശ്യമുള്ള മികച്ച പൊട്ടൻഷ്യലുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കും. ടീമിലെത്തിയതിനു ശേഷം അവർ സൂപ്പർ താരങ്ങളായി മാറും. ഏറ്റവും വലിയ ഉദാഹരണം ലിവർപൂൾ. 3, ബിസിനസ്. 50 രൂപയ്ക്ക് വാങ്ങും, 100 രൂപയ്ക്ക് വിൽക്കും. ഏതെങ്കിലും ഒരു ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്ന താരത്തെ ടീമിലെടുക്കും. യുവതാരം 2 വർഷം ടീമിന് വേണ്ടി കളിക്കും. അതിനുശേഷം വാങ്ങിച്ചതിനേക്കാൾ 5-10 ഇരട്ടി വിലയ്ക്ക് മറച്ചു വയ്ക്കും. ദിസ് ഈസ് ബിസിനസ്. ഏറ്റവും വലിയ ഉദാഹരണം ബൊറൂസിയ ഡോർട്ട്മുണ്ടും ബെൻഫിക്കയും. 4, അവരുടെ ലീഗിൽ അവരായിരിക്കും രാജാക്കന്മാർ. ആ ലീഗിലെ വേറെ ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെ അവരങ്ങ് റാഞ്ചും. ഏറ്റവും വലിയ ഉദാഹരണം ബയേൺ മ്യൂണിക്ക്. 5, അക്കാഡമി. പാടത്തും വരമ്പത്തും കളിക്കുന്ന ഭീകരകളെ പിടിച്ച് അങ്ങ് തേച്ചങ്ങ് മിനുക്കും. മൂർച്ച ഉള്ളതിനെ ടീമിന് വേണ്ടി കളിപ്പിക്കും. ഏറ്റവും വലിയ ഉദാഹരണം ബാഴ്സലോണയും അജാക്സും. ഇനി 2 സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. മികച്ച താരത്തെയും മികച്ച കോച്ചിനെയും ടീമിലെടുക്കും. പക്ഷെ കളിയുമില്ല, കപ്പുമില്ല. വേറൊരു കാറ്റഗറി മികച്ച താരവും മികച്ച കോച്ചും കാണും. കിടിലൻ കളിയും കളിക്കും, കപ്പുമില്ല, ഒരു തേങ്ങയും. ഈ 2 കാറ്റഗറിയിൽ വരുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കും.